വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. വെൽക്കം ടു യു ആൾ ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. വളരെ വെരി സോറി, ക്ഷമിക്കണം. കാര്യത്തിൽ ഞാൻ വർക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ നമ്മുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഞാൻ വെറും മൊബൈൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മൊബൈലിൽ തന്നെയാണ് ഈ ചാർട്ട് നോക്കുന്നതും, മൊബൈലിൽ തന്നെയാണ് എൻട്രി എടുക്കുന്നതും, മൊബൈലിൽ തന്നെയാണ് എക്സിറ്റ് ചെയ്യുന്നതും. ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഇൻഡൈസസിൽ മാത്രം എൻ്റെ ഒരു സ്ട്രാറ്റജിയും ഒരു കാര്യങ്ങളും മാത്രം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. കാരണം ഞാൻ ബാക്ക് ടു ബാക്ക് വർക്കിലായിരിക്കും, ട്രാവലിലായിരിക്കും. പക്ഷേ നമ്മൾ വിടാതെ ഡെയിലി ടെലഗ്രാം ചാനൽ, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്, ചാർട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വെറും 4 ലൈനൊക്കെ ആണല്ലോ വരയ്ക്കുന്നത്, മുകളിൽ 2ഉം താഴെ 2ഉം ഒക്കെയാണോ വരയ്ക്കുന്നത്, അപ്പോൾ അതിനകത്ത് എന്താണുള്ളത്, അത് എങ്ങനെയാണ് അത് നോക്കേണ്ടത് എന്നൊക്കെയാണ് എൻ്റെ കുറേ ഫോളോവേഴ്സ് ചോദിക്കുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പേഴ്സണലായിട്ട് വിളിച്ചും വാട്സാപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. അതും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനെന്താണ് അവിടെ മായാജാലം നടക്കുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇത് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് പിന്നെ ഓപ്ഷനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രീമിയത്തിലും അതിൻ്റെ അതിൻ്റെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ചെയിൻ. ആ ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ചെയിൻ റിയാക്ഷനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഈ ഡീറ്റെയിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുമുപരി നമ്മുടെ ഈ ട്രേഡർ ഓപ്ഷൻ ട്രേഡറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് ചാർട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലരും അങ്ങനെ ചെയ്യാറില്ല. എനിക്കൊന്ന് വളരെ റെയറസ്റ്റ് കേസ് ആൾക്കാരാണ് ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ട് ലെവൽസ് പറയുന്നത്. അതിൽ നമ്മുടെ ട്രേഡർ ഓപ്ഷൻ ട്രേഡറും ഒരു ചാനലാണ്. സ്പോട്ട് ബേസ് ചെയ്തിട്ട് പറയേണ്ട കാര്യമില്ല. കാര്യത്തിൽ സ്പോട്ടിൽ അവിടെ ട്രേഡ് നടക്കുന്നില്ല, അവിടെ വോളിയം ഇല്ല. അതിൽ പല ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. നിറച്ച് ന്യൂജൻ പിള്ളേർ വരുന്നുണ്ട് അകത്തോട്ട്, പഠിക്കുന്ന പിള്ളേർ, അങ്ങനെ കുറേ പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് പോലും കാര്യങ്ങളൊന്നും പഠിക്കാൻ അവർക്ക് തയ്യാറില്ല. പെട്ടെന്ന് ലോട്ടറി അടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പണക്കാരനാകണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടെയാണ് പല ആൾക്കാരും അകത്തോട്ട് വരുന്നത്. സോ ഞാൻ ഈ ചാനൽ നമ്മൾ 2-3 വർഷമായിട്ട് ഇത് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരേ സ്ട്രാറ്റജിയും ഒരേ കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് പുതിയതായിട്ട് കാര്യത്തിൽ ഈ ആൾക്കാർ നമ്മുടെ സൈക്കോളജി എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെൻ്റൽ സൈക്കോളജി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ തേടി പോകും. അപ്പം ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ്റെ പ്രശ്നമുണ്ട്. ഡിസിപ്ലിൻ എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഉയരങ്ങളിലോട്ട് പോകാം. അതിന് ഡിസിപ്ലിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. സോ അത് ചെയ്യാതെ ആൾക്കാർ ജമ്പ് ചെയ്ത് പുതിയ ചാനൽസ് കാണും, പുതിയ ആൾക്കാർ പറയുന്ന ബഡായിസ് കേൾക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡ് അതിനോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഞാൻ ഒരു ചാനലും ഫോളോ ചെയ്യാറില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീണ്ടും കാര്യത്തിലോട്ട് വരാം. ഇത് വന്നിട്ട് നിഫ്റ്റി സ്പോട്ട് 24,328 നിഫ്റ്റി ഫ്യൂച്ചർ 24,452 നിൽക്കുന്നത്. അതായത് ഏറെക്കുറെ ഒരു 100 പോയിൻ്റ് അടുപ്പിച്ച്, 100 പോയിൻറ്റിൽ കൂടുതൽ തന്നെ വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മോർ ദാൻ 100 പോയിൻറ്റ്സിൻ്റെ. അപ്പോൾ ഇത് വളരെ ലോജിക്കായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നാളെ മന്ത്ലി എക്സ്പയറിയാണ്, നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ് നാളെ. അത് നാളെ 30-ാം തീയതിയാണ്. നോർമലി വ്യാഴാഴ്ചയാണ് വരുന്നത്. പക്ഷേ അതിന് മുന്നേ മന്ത് തീരുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിവസം എക്സ്പയറി ആയിട്ട് മാറും. സോ നാളെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നോക്കൂ, നാളെ ക്ലോസ് ആകുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൻ്റെയും സ്പോട്ടിൻ്റെയും ഈ വാല്യൂ 24 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 23 എവിടെയാണോ ആ ലെവല് ഈക്വൽ ആയിരിക്കും. ഇതാണ് NSE അല്ലെങ്കിൽ ഈ ഓപ്ഷനെ പറയുന്ന ഒറ്റ കാര്യം. അവർ പറയുന്നത്, ഓപ്ഷൻ NSE പറയുന്നത്, നിങ്ങൾ എന്തുവേണോ ചെയ്തോ, വിൽക്കുകയോ വാങ്ങിക്കുകയോ എന്തുവേണോ ചെയ്തോ, സ്പോട്ടും ഫ്യൂച്ചറും ഒരേ പ്രൈസിങ്ങിൽ ആയിരിക്കണം ക്ലോസിങ് ആകുമ്പോൾ, മന്ത് എൻഡ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് തീരുമ്പം. സോ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മളൊരു പോയിൻ്റ് ഓഫ് കൺട്രോൾ ഡീറ്റെയിൽസ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ളതാണ്. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു താഴോട്ടുള്ള ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ്. കാരണം ഈ ദിവസം ഇത്രയും വലിയൊരു ഫാൾ പേടികൊണ്ടാണ് നമ്മുടെ ബോർഡറിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഒരു പേടിയുണ്ട്. ഈ ഒരു നല്ലൊരു ഫാള് 25-ാം തീയതി വെള്ളിയാഴ്ച നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം ഇന്നലെ നല്ലൊരു റിക്കവറി നിഫ്റ്റി ഫ്യൂച്ചറിൽ ഏകദേശം
ആ ഓപ്പണിൻ്റെ അടുത്ത് തന്നെ 25-ാം തീയതി എവിടെയാണ് ഓപ്പൺ ആയത് അതിൻ്റെ അടുത്ത് തന്നെ ഈ നിഫ്റ്റി ഫ്യൂച്ചർ ഇന്നലെ ഒരു റീട്രേസ്മെൻറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഒരു താഴോട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. ഈ ലൈനുകൾ ശ്രദ്ധിക്കുക. 24,550, 24,650, താഴെ 350, താഴെ 250. ഇവിടെ എങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഓപ്പൺ ആകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഫ്ലാറ്റ് ആയിരിക്കാം, ഗ്യാപ്പ് അപ്പ് ആയിരിക്കാം. ഓക്കെ, ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ 350-ൻ്റെ അവിടെയൊക്കെ മുകളിൽ, അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്താൽ, അല്ല 550-ൻ്റെ അവിടെ ഓപ്പൺ, മൾട്ടി ഡേ ഹൈ ഓപ്പൺ എന്ന് പറയും. മാർക്കറ്റ് പ്രൊഫൈലിൽ അവിടെ ബയർ കോൺഫിഡൻസ് എന്നൊക്കെയാണ് കുറച്ച് റൂളുണ്ട്. പക്ഷേ അത് ബയർ കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പാരാമീറ്ററൊക്കെ നോക്കണം. സോ 24,550-ൻ്റെ അവിടെ ഓപ്പൺ ആയാൽ മൾട്ടി ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഇന്നലത്തെ ഹൈയും 25-ാം തീയതി വെള്ളിയാഴ്ചത്തെ ഹൈയുടെയും മുകളിൽ ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ഓപ്പൺ ആയാൽ ഓക്കെ. അപ്പം ഇതിനകത്ത് ട്രേഡ് ഞാൻ ആദ്യത്തെ 15 മിനിറ്റ് എടുക്കാറില്ല. ഒരു ചില സമയങ്ങളിൽ അതിൻ്റെ മൊമെൻറ്റം കിട്ടിയാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റാന്ന് എടുത്ത് പുറത്തിറങ്ങും. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. പാസീവ് ഇൻകം ഒരു 15% അടുപ്പിച്ച് മാസം ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ഏർണിങ്സിലോട്ട് വരുന്നുണ്ട്. പാസീവ് ഇൻകമാണ്. രാവിലെ 9:40 ആകുമ്പോഴത്തേക്ക് എൻ്റെ ട്രേഡിംഗ് തീരും. അതിനുശേഷം ഞാൻ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ഒഫീഷ്യൽ വർക്കിലോട്ട് പോകും. പിന്നെ ഞാൻ ചാർട്ട് വലുതായിട്ട് നോക്കാറില്ല. വളരെ റെയറസ്റ്റ് കേസ് മാത്രമേ ചാർട്ട് നോക്കാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാര്യം വീണ്ടും ഇതിലോട്ട് വരാം. ഇങ്ങനെ ഓപ്പൺ ആയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, ഇത് നിങ്ങൾ നോക്കേണ്ടത് ഫ്യൂച്ചറല്ല, എൻട്രി എടുക്കേണ്ടത് ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടല്ല. കാരണം ഈ പ്രീമിയം വരുന്നതെല്ലാം സ്പോട്ടിൻ്റെ പ്രൈസ് ബേസ് ചെയ്തിട്ടാണ് പ്രീമിയം ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മൊമെൻറ്റം വരുന്നത് ഫ്യൂച്ചറിൻ്റെ മൂവ് അനുസരിച്ചാണ് മൊമെൻറ്റം വരുന്നത്. കണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതായത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ പുതിയ ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ സ്പോട്ടിൽ നോക്കുക. സ്പോട്ടിൽ നോക്കിയതിന് ശേഷം അതിൻ്റെ ഹൈ പ്രൈസ്, ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ഹൈയിൽ നിങ്ങൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ PE 100 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ നമുക്ക് താഴോട്ടുള്ള ഒരു ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല, ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ലോ, ആ പ്രൈസിൻ്റെ, ആ ലോവിൻ്റെ സ്ട്രൈക്കിൻ്റെ CE 100 രൂപ കൂടുതൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. 100 റുപ്പീസിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു മൂവ് നോക്കാൻ പറ്റും. സോ ഇതാണ് ഈ ലെവൽ. ഇപ്പം മാക്സ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഈ ലെവലിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും ഈ പ്രീമിയം CE PEയുടെ പ്രീമിയമൊക്കെ നമുക്ക് ഈ ലെവലിൽ, ഈ പ്രൈസിങ്ങിൽ കാണാൻ പറ്റുക. ഈ ലെവലിലോട്ട് വരുമ്പോഴാണ് അത് കാണാൻ പറ്റുക. ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക, നിങ്ങളുടേതായ ടെക്നിക്കലും നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കുക. ഈ വീഡിയോ ഫുൾ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ബൈയിങ്ങോ ഒരു സെല്ലിങ്ങോ കാളോ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. സ്റ്റഡി ചെയ്യുക. നിങ്ങളുടെ കാൽക്കുലേഷനും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതും ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കമൻറ്റ് ചെയ്യുക, തകർത്ത് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.